ശേഷം ബുധനാഴ്ച ഒരു തീരുമാനമെടുക്കും. അപ്പം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം. കാരണം ഇത് ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കൂടാതെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സിനിമയിൽ ഇറങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബുധനാഴ്ച പോലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യാൻ സാധ്യമായ കാര്യമല്ല. കാരണം ഇത്രയേറെ തിയേറ്ററുകൾ, നമ്മൾ ക്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊവൈഡേഴ്സിനും കണ്ടൻറ്റ് ലോഡ് ചെയ്യുക. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു 17-ാം തീയതി റിലീസിങ് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ശനിയാഴ്ച കോടതി സിനിമ കണ്ട് ബുധനാഴ്ച നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ കോടതി നേരത്തെ പരാമർശിച്ചപ്പോൾ പോലും നമുക്ക് അനുകൂലമായിട്ട് ചില കാര്യങ്ങളായിരുന്നു കോടതി നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ സിനിമ കൂടി കണ്ടു കഴിയുമ്പോൾ അനുകൂലമായൊരു വിധി തരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ട് വിധി വരും എന്ന് തന്നെയായിരിക്കും എൻ്റെ പ്രതീക്ഷ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ല മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ്. CBFC എന്തുകൊണ്ടാണ് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നതിന് അവർക്ക് വ്യക്തമായ റീസൺ ഉണ്ടായിരിക്കും. അപ്പം ആ റീസൺ എത്രത്തോളം വാലിഡാണ്, അല്ലെങ്കിൽ അത് സൊസൈറ്റിയുടെ വാല്യൂസിന് അഗെയിൻസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കോടതി കാണുമ്പോൾ കോടതിക്ക് അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നല്ലൊരു തീരുമാനം ഉണ്ടാവും. അവർ ഒരു കാര്യം കൃത്യമായ കാരണം ബോധിപ്പിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത്? ഒഫൻസീവ് അഗെയിൻസ്റ്റ് സൊസൈറ്റി വാല്യൂസ് എന്നാണ് പറയുന്നത്. അപ്പം അതൊരു വൈഡായിട്ടുള്ളൊരു സ്കോപ്പുള്ളതാണ്. സൊസൈറ്റി വാല്യൂസ് ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലേ. അപ്പം നമുക്കത് പറയാൻ പറ്റില്ല. CBFC ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നതിന് അവർ കൃത്യമായ കാരണം ഉണ്ടായിരിക്കാം. അപ്പം ഈ ശനിയാഴ്ച സിനിമ കാണുന്ന കാര്യത്തിൽ തന്നെ കോടതി എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് CBFCയുടെ റീജിയണൽ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും വരുമായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ സിനിമ കാണുന്നുണ്ടായിരിക്കാം. ചിലപ്പം നമുക്ക് അറിഞ്ഞുകൂടെ എത്ര പേര് സിനിമ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. എന്തായാലും കോടതി സിനിമ കാണാനൊരു തീരുമാനം എടുത്തതിൽ ഞങ്ങൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റാണിത്. ഒരു ഭയങ്കര സന്തോഷമുണ്ട്. യെസ്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഈ ഒരു തീരുമാനം അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും വലിയ പ്രതീക്ഷ കോടതിയിലുണ്ട് എന്നാണ് പറയുന്നത്. എന്താണോ ബോധിപ്പിക്കേണ്ടത് കൃത്യമായി തന്നെ സിനിമ പ്രവർത്തകർ എന്ന നിലയിൽ അത് ബോധിപ്പിച്ചിട്ടുണ്ട് കോടതി. ഇനിയിപ്പോൾ കോടതി സിനിമ കാണട്ടെ, എന്നിട്ട് അതിൽ ഒരു അനുകൂലമായ തീരുമാനം, തങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് ഇപ്പോൾ പ്രവീൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.